മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് 3 L's ഓഫ് എംപവർമെന്റ്. ക്രിസ്റ്റ്യൻ ലഗാർഡിന്റെ 3 L's ഓഫ് എംപവർമെന്റ് എന്ന പാഠഭാഗത്ത് 2 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത്. ഹൗ ലേണിംഗ് എംപവർ വിമൻ ആൻഡ് ഹൗ ലേബർ എംപവർ വിമൻ. ലേണിംഗ് എങ്ങനെ സ്ത്രീകളെ എംപവർ ആകുന്നു, അതുപോലെ ലേബർ എങ്ങനെയാണ് സ്ത്രീകളെ എംപവേർഡ് ആക്കി മാറ്റുക. ഈ 2 കാര്യങ്ങൾ ആണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ഓർത്തു നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഏതെങ്കിലും ഒരു ചേഞ്ച് സമൂഹത്തിലുണ്ടാവാൻ അതിൻ്റെ അടിത്തറയാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിതൗട്ട് എഡ്യൂക്കേഷൻ നോബഡി ക്യാൻ ഡെവലപ്പ്, നോ ചേഞ്ച് ക്യാൻ ഹാപ്പൻ. സമൂഹത്തിലൊരു മാറ്റമുണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം കൂടാതെ കഴിയില്ല. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു മാറ്റം പടുത്തുയർത്താനുള്ള ഫൗണ്ടേഷൻ, അടിത്തറയാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒരു ആഫ്രിക്കൻ അഡാഷ് നിങ്ങൾ ആ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ആഫ്രിക്കൻ പ്രോവർബ്, ഒരു പഴഞ്ചൊല്ല്. If you educate a man, if you educate a boy, you train a man. If you educate a girl, you train a village. ഇത് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസിനെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളൊരു ബോയ്, ഒരു ആൺകുട്ടിയെ നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നുവെങ്കിൽ അതുമൂലം നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ആ ഒരു വ്യക്തി മാത്രമാണ് അതുകൊണ്ട് ചേഞ്ച് ആകുന്നത്, മാറ്റമുണ്ടാകുന്നത്. നേരെ മറിച്ച് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങളൊരു ഗ്രാമത്തെ ആകെ അതുകൊണ്ട് മാറ്റം വരുത്തുകയാണ്. ഗ്രാമത്തെ ആകെ നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതാവുക. എന്തുകൊണ്ടാണ്? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അതൊരു ഗ്രാമത്തെ ആകെ ആയി മാറുന്നത്. നമുക്കറിയാം, വിമൻസ് ക്രിയേറ്റ് ജനറേഷൻസ്. സ്ത്രീകളാണ് തലമുറകളെ സൃഷ്ടിക്കുക. അത് സ്ത്രീ ഇല്ലെങ്കിൽ സമൂഹമില്ല. അപ്പൊ സ്ത്രീയിൽ നിന്നാണ്, ഒരു അമ്മയിൽ നിന്നാണ് ഒരു കുട്ടി ആദ്യമായി പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുക. അമ്മയ്ക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായും അത് മക്കളിലേക്ക് പകരും. അങ്ങനെ സമൂഹത്തിലേക്ക് ആ അറിവ് പകർന്നു തരും. അതുകൊണ്ടാണ് സ്ത്രീ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ് വൺ. നമ്മൾ പറഞ്ഞു, എംപവർമെന്റ് ഈസ് എ ലാഡർ. ശാക്തീകരണം ഒരു ലാഡറാണെങ്കിൽ, ഒരു കോണിയാണെങ്കിൽ അതിന് മുകളിലേക്ക് എത്തിച്ചേരാനുള്ള പല പടികളാണ്. ഏതൊക്കെ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി. ലേണിംഗ്, വിദ്യാഭ്യാസം എന്തെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു, വ്യക്തികൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പഠിച്ചു. അതുപോലെ ലേബർ, തൊഴിൽ, എന്തോ മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്, സ്ത്രീകൾക്കുണ്ടാക്കുന്നതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾ പഠിച്ചു വെച്ചത് എന്താ? ലേബർ എനേബിൾസ് ഓർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ദംസെൽസ് ആൻഡ് ഡെവലപ്പ് ദിയർ എബിലിറ്റീസ് ഓർ ടാലൻസ്. സ്ത്രീകൾക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഇത് ലേബർ പ്രദാനം ചെയ്യുന്നത്, തൊഴിൽ പ്രദാനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, തൊഴിലുള്ള ഒരു സ്ത്രീയെ സമൂഹം എന്നും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇപ്പൊ വീട്ടമ്മമാർ തൊഴിലുള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിലൊരു അംഗീകാരം ഉണ്ടാവും, അവർ വരുമാനമുള്ളവരാണ്. സ്ത്രീകൾ തൊഴിലെടുക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മുടെ സമൂഹമാണ് അതിന് അവസരം നൽകാത്തത്. ഇനി സ്ത്രീകൾ തൊഴിലെടുക്കാൻ തയ്യാറായാൽ തന്നെ നമ്മൾ പറഞ്ഞു, they are forced to stick on
ലോ പേയിങ്, ലോ സെക്യൂരിറ്റി ആൻഡ് ലോ സ്റ്റാറ്റസ് വർക്ക്. സ്റ്റാറ്റസ് കുറഞ്ഞ, ശമ്പളം കുറഞ്ഞ, സുരക്ഷിതത്വം ഇല്ലാത്ത ജോലികളിൽ തുടരാൻ അവർ നിർബന്ധിതരായിട്ട് മാറുകയാണ്. മാത്രവുമല്ല, നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്നതിൻ്റെ 3/4 മാത്രമേ പേയ്മെന്റ് സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. സ്ത്രീക്കും പുരുഷനും തുല്യമായ കൂലി, തുല്യമായ വേതനം സമൂഹത്തിൽ ലഭിക്കുന്നില്ല. ദർ ഈസ് എ നോം. ഒരു നോമുണ്ട്, ഒരു ചട്ടമുണ്ട്. എന്താണ് ചട്ടം? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ വേതനം, തുല്യ കൂലി എന്നാണ്. പക്ഷെ നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസവും തുല്യമായ ജോലിയുമാണ് പലപ്പോഴും ചെയ്യുന്നതെങ്കിലും they did not get equal payment. അവർക്ക് തുല്യമായ വേതനം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തിൽ ഇൻക്രീസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എലിമിനേറ്റ് ജെൻഡർ ഗ്യാപ്പ്. ലിംഗവ്യത്യാസം എലിമിനേറ്റ് ചെയ്യണം, ഒഴിവാക്കണം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത്. നമുക്ക് അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കാം. We can undoubtedly promote more opportunity for women in the workplace. It is all about changing laws. For example, by ensuring that property and inheritance laws do not discriminate against women. It also means policies that encouraging education and health care. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So learning and labor are key factors. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? We can undoubtedly. What do you mean by undoubtedly? Means without any doubt. ഒരു സംശയവും കൂടാതെ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ അവസരങ്ങൾ നൽകാനായിട്ട് സാധിക്കും. ആർക്കാ? ടു വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ, തൊഴിൽ മേഖലകളിൽ ഒരു സംശയവും കൂടാതെ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാം. അതിൽ സംശയിക്കൊന്നും വേണ്ട. വിമൻ ഹാവ് പൊട്ടൻഷ്യാലിറ്റി, വിമൻ ഹാവ് എബിലിറ്റി, ദേ ഹാവ് ടാലൻസ്. സ്ത്രീകൾക്ക് കഴിവുണ്ട്, യോഗ്യതയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എത്രയോ കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലകളിൽ നൽകാനായിട്ട് സാധിക്കും. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ചേഞ്ചിങ് ലോസ്. വാട്ട് ഡു യു മീൻ ബൈ ലോ? നിയമം. ചേഞ്ചിങ് ലോസ്, നിയമങ്ങൾ മാറണം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലവിലുള്ള ചില നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വരണം. വാട്ട് ആർ ദീസ് ലോസ്? ഏതൊക്കെയാണ് ഈ നിയമങ്ങൾ? നമ്പർ 1, പ്രോപ്പർട്ടി ലോ. എന്താ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? സ്വത്ത്. പ്രോപ്പർട്ടി ലോ മീൻസ് സ്വത്താവകാശ നിയമം. മറ്റൊന്ന് ഇൻഹെറിറ്റൻസ് ലോ. എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? പാരമ്പര്യം അല്ലെങ്കിൽ പൈതൃകം. ഒരു വ്യക്തിയുടെ പാരമ്പര്യത്തെ തീരുമാനിക്കുന്ന നിയമങ്ങൾ. ഈ നിയമങ്ങൾ ഒന്ന് മാറണം. നിലവിലുള്ള അവസ്ഥ മാറ്റണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ്. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വിമൻ. എന്താ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനമാണ്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, വിവേചനം കാണിക്കുക, പക്ഷാപാതം കാണിക്കുക അഗൻസ്റ്റ് വിമൻ. അപ്പൊ സ്ത്രീകൾക്കെതിരെ ഇത്തരം നിയമങ്ങൾ വിവേചനം കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇന്ന് സ്വത്താവകാശ നിയമമാണെങ്കിലും ഇൻഹെറിറ്റൻസ് ലോസ് ആണെങ്കിലും പലപ്പോഴും സ്ത്രീക്കും പുരുഷനും വിവേചനമുണ്ട്. ചില സമൂഹത്തിലൊക്കെ പുരുഷന് കിട്ടുന്ന അത്രമാത്രം സ്വത്തോ അല്ലെ സ്വത്താവകാശവും സ്ത്രീകൾക്ക് കിട്ടാറില്ല. പുരുഷന് ഒരു ഓഹരി കിട്ടുമ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും പല സമൂഹങ്ങളിൽ കിട്ടുന്ന എന്താ? അതിന്റെ പകുതി മാത്രമാണ്. ഇപ്പൊ സ്ത്രീയെയും പുരുഷനെയും വെവ്വേറെ കാണുന്ന ഈ നിയമങ്ങൾക്ക് മാറ്റം വരണം. ഒരപ്പന്റെ മക്കൾ, സ്ത്രീയായാലും പുരുഷനായാലും ദേ ഹാവ് ഈക്വൽ റൈറ്റ്. അവർക്ക് തുല്യമായ അവകാശം വേണം. ആ തുല്യാവകാശം കൊടുക്കുന്ന ആ നിയമമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾ
ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ, വിവേചനം കാണിക്കുന്ന നിയമങ്ങളാണ്. ഏതൊക്കെ? പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ് റൈറ്റ്സ്. ഇതൊരിക്കലും സ്ത്രീകൾക്കെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് എന്താ? ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. പോളിസീസ് എന്താ? പോളിസി മീൻസ് നയങ്ങൾ. ഗവൺമെന്റ് പോളിസീസ്, സർക്കാർ നയങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ ആരോഗ്യത്തിനും എൻകറേജ്മെന്റ്, പ്രോത്സാഹനം കൊടുക്കുന്ന നയങ്ങൾ ഉണ്ടാവണം. അപ്പൊ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന നയങ്ങളായിരിക്കണം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ എൻകറേജ് ചെയ്യുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ, അവരുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് ഉണ്ടാവണം. ഒരു കാര്യം കൂടിയുണ്ട്. മൂന്നാമതായിട്ട്, we need to provide greater access to credit. Greater access to credit. What do you mean by credit എന്ന് പറഞ്ഞാൽ? വായ്പ, ലോൺ. കൂടുതൽ ലോൺ ലഭ്യമാക്കണം, കൂടുതൽ വായ്പകൾ ലഭ്യമാക്കണം. ഇപ്പൊ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളൊക്കെയാണ് വായ്പകൾ കൊടുക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓർ കോട്ടേജ് ഇൻഡസ്ട്രീസ്, അല്ലെ, കൂടുതൽ വ്യവസായത്തിനും ചെറുകിട വ്യവസായത്തിനും ഒക്കെ ബാങ്കുകൾ ലോൺ കൊടുക്കാറുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് കൂടുതൽ വായ്പകൾ, ലോണുകൾ നൽകാൻ ബാങ്കുകൾ തയ്യാറാവണം. സോ ദാറ്റ് അങ്ങനെ കിട്ടിയാലോ വിമൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. വിമൻ ക്യാൻ അച്ചീവ്, സ്ത്രീകൾക്ക് നേടാനായിട്ട് സാധിക്കും മോർ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ലഭിക്കും. സ്ത്രീകൾക്ക് തങ്ങളുടേതായിട്ടുള്ള ചെറിയ തൊഴിലുകൾ കണ്ടെത്താൻ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങൾ കണ്ടെത്താനൊക്കെ ആവശ്യമായിട്ടുള്ള മൂലധനം, അതിന്റെ വായ്പ, ക്രെഡിറ്റ് ലഭ്യമാക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്ത്രീകളെ എന്ത് ചെയ്യാം? കൂടുതലായി ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കൊടുക്കാം. ഒന്ന്, ലോസ് മസ്റ്റ് ബി ചേഞ്ച്. ചില നിയമങ്ങൾ മാറ്റം വരുത്തണം. ഏതൊക്കെ? പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വിമൻ. സ്വത്താവകാശ നിയമങ്ങളും ഇൻഹെറിറ്റൻസ് നിയമങ്ങൾ, പാരമ്പര്യ നിയമങ്ങളൊന്നും സ്ത്രീകൾക്കെതിരെ വിവേചനം കാണിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. 2, പോളിസി ഷുഡ് ബി ടേക്കൻ വിത്ത് കെയർ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുന്ന പോളിസീസ്, നയങ്ങൾ ഉണ്ടാക്കുക. നമ്പർ 3, മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഗീവ് ഗ്രേറ്റ് ക്രെഡിറ്റ്, മോർ ക്രെഡിറ്റ് ഫോർ വിമൻ. സ്ത്രീകൾക്ക് കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, വായ്പകൾ, ലോണുകൾ നൽകാൻ തയ്യാറാവുക. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ് ഫോർ എംപവർമെന്റ്, ടു എംപവർ വിമൻ. സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഏറ്റവും കീ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഏതൊക്കെ? ലേണിംഗ് ആൻഡ് ലേബർ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്? ലേണിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ് വൺ. നമ്മുടെ എംപവർമെന്റിലേക്ക് നടന്നു കയറാനുള്ള 2 പടികളാണ് നമ്മളിപ്പോൾ കയറി കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഈ 3 ഉണ്ട്. അതിൽ ഈ 2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ? ലേണിംഗ് ആൻഡ് ലേബർ. നമുക്കിതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.